സുഹൃത്തുക്കളെ, ഈ കട്ട മുട്ടയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതായത് ഞാൻ ഒരു ലോഡ്ജിൽ താമസിക്കുകയാണ്. വരുമ്പോഴേ ഈ മുട്ട ഈ റൂമിൻ്റെ മേലെ ഒരു സൈഡിലുണ്ട്, അതായത് വിൻഡോയുടെ മേലെ ഉണ്ട്. പക്ഷേ ഈ പ്രാവുകൾക്ക് ഇതിന് അടയിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കെട്ടുപോയത്. കാരണം ആളില്ലാതായപ്പോൾ റൂം പൂട്ടിയപ്പോൾ അവർക്ക് ഉള്ളിൽ കയറാൻ പറ്റാത്തതിൻ്റെ ഉള്ളിൽ അടയിരിക്കാൻ പറ്റാതെ അത് വിരിയാതെ കെട്ടുപോയതാണ് സത്യാവസ്ഥ. അതാണ് സത്യാവസ്ഥ. പക്ഷേ ഇതിൻ്റെ പ്രാവ് ഇരിക്കുന്നത് ഈ ഈ വിൻഡോയുടെ തൊട്ട് മേലെയാണ്. കാരണം ഇത് അവർ അടച്ച് പോയിട്ടുണ്ടാവാം. പക്ഷേ എനിക്ക് എന്തോ ഞാൻ ഒരുപാട് നാൾ ഇവരെ വീക്ഷിച്ചു കൊണ്ടേയിരുന്നു. അതായത് രണ്ടാൾ വന്ന് ഇവർ അണചേരും റൂമിൽ വന്നിരുന്നു. പക്ഷെ ഞാൻ പിന്നെ വിൻഡോയുടെ ഒരു ഗ്ലാസ് ഇളക്കി മാറ്റി അവർക്ക്. കാരണം ഞാനിവിടുന്ന് പോയാലും അവർക്ക് ഇങ്ങോട്ട് കയറാൻ സാധിക്കണം. അതിൻ്റെ പേരിൽ പിന്നെ ഒരുപാട് നാളായപ്പോൾ എനിക്ക് തോന്നി ഒരു മാസം 2 മാസം 2.5 മാസമൊക്കെ വെയിറ്റ് ചെയ്തിട്ടും ഇതിൻ്റെ അവസാനം കാണില്ല. കാരണം ഇവർ ഇണ ചേർന്നിട്ട് പിന്നെ ഇവർ പുതിയ മുട്ടകളൊന്നും ഇട്ട് വയ്ക്കുന്നില്ല. ഈ ഒരു മുട്ടയ്ക്ക് വേണ്ടി അടയിട്ട് മാത്രമേ ഇരിക്കുകയാണ്. ഈ മുട്ട വിരിയുന്നുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിന് എന്തൊരു വിഷമം. കാരണം ഈ വിരിയാത്ത മുട്ടയ്ക്ക് വേണ്ടി എന്നോ ഉള്ള ഓർമ്മകൾക്ക് വേണ്ടി അതിൻ്റെ കൂടെ ജീവിതം തള്ളി നീക്കുകയാണ് ഈ പ്രാവ് ചെയ്യുന്നത്. 2 പ്രാവുണ്ട്. ഒരെണ്ണം വൈകുന്നേരം ആകുമ്പോൾ ആൺപ്രാവ് വരും, വൈകുന്നേരം ആകുമ്പോൾ ഒരു പ്രാവ് എപ്പോഴും അടയിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇതല്ല ശരി. ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുട്ട ഞാനെടുത്ത് മാറ്റി ഇന്നേക്ക്. അതാണ് നിങ്ങളെ കാണിച്ചു തന്നത്. കാരണം അപ്പോൾ ഈ പ്രാവിൻ്റെ കുറച്ച് വിഷമസ്ഥിതികളൊക്കെ ഉണ്ട്. ഞാൻ നശിപ്പിച്ചൊന്നുമില്ല, ഞാൻ എടുത്ത് മാറ്റി. കാരണം അതിനെന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് മാറ്റിയത്. ഞാനായിട്ട് നല്ല ഇണക്കത്തിലൊക്കെയാണ്. ഇപ്പോൾ ഞാൻ വെള്ളം വെച്ച് കൊടുക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ നല്ല ഇണക്കത്തിലൊക്കെയാണ് പ്രാവ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും പക്ഷേ മനുഷ്യന്മാർക്കില്ലാത്ത എന്തോ ഒരു സ്നേഹം. എപ്പോഴോ ഇട്ട മുട്ടയ്ക്ക് വേണ്ടി ഇപ്പോഴും അടയിരുന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ മുട്ടയിടാൻ കൂട്ടാക്കൊന്നുമില്ല. എന്നോടാണെങ്കിൽ ഒരു പ്രത്യേക ഒരു ഇണക്കമാണ്. എനിക്ക് ഇപ്പോൾ എന്ത് ചെയ്യണം, ഈ റൂം വിട്ട് പോകാനും സാധിക്കുന്നില്ല. ഈ മുട്ടയെടുത്ത് മാറ്റിയാൽ വെറും പോട് മാത്രമാണ് ആ മുട്ട. പക്ഷേ ഈ മുട്ടയെടുത്ത് മാറ്റിയാൽ ഇനി പുതിയൊരു മുട്ടയിട്ട് ഇനി പുതിയ മുട്ട ഇടൂ എന്നുള്ള ഒരു സത്യാവസ്ഥ. 2 പേരുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ഒരാൾ വരും, ഒരാൾ എപ്പോഴും അടയിരിക്കും. അങ്ങനെ ഒരവസ്ഥ. അപ്പോൾ കൂട്ടുകാരുടെ അഭിപ്രായത്തിൽ എന്ത് ചെയ്യണം? ഞാൻ ഈ മുട്ട നശിപ്പിക്കണോ, അതോ ഈ മുട്ട തന്നെ തിരിച്ചു വെച്ച് അവിടെ കൊടുക്കണോ, അതോ ഇവരെ പുറത്താക്കിയിട്ട് ഞാൻ ഈ വിൻഡോ ക്ലോസ് ചെയ്യണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ?